വകുപ്പ് മന്ത്രി പി രാജീവും മന്ത്രി ബിന്ദു അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിക്കുക. ഞങ്ങളിപ്പോൾ അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 9 ശരീരഭാഗങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ 7 ശരീരഭാഗങ്ങളായിരുന്നു, ഇപ്പോൾ 9 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് 9 പേരുടേതാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളാണോ എന്നുള്ളതെല്ലാം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. 5 പേരാണ് നേരത്തെ അറിയാവുന്നതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICU യൂണിറ്റിനകത്തുള്ളത്. മറ്റുള്ളവരും ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീയെ, തൊഴിലാളിയായ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്ന 4 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി, ബാക്കി 3 പേരാണ്. അതിൽ ഇവരാണ് ഇപ്പോൾ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷെ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, ആവശ്യത്തിന് സർജന്മാരുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്. യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സജ്ജമായിട്ടുള്ള യൂണിറ്റാണ്. ആവശ്യത്തിന് ഇപ്പോൾ കോട്ടയം അതുപോലെ പാലക്കാട് 2 സ്ഥലത്ത് നിന്ന് ആളുകൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആവശ്യമാണെങ്കിൽ മാൻ പവർ വരണമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംസാരിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂണിറ്റ് വേണ്ടത്ര സജ്ജമാണ്. എല്ലാവരും വളരെ നേരത്തെ സംഭവം എന്തോ നടന്നു എന്നറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിൽ പ്രത്യേകത അനസ്തീഷ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സജ്ജമായി. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചികിത്സയാണ് നടക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. നാളെ മന്ത്രിസഭ പ്രത്യേകം ചേർന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വന്നതിന് ശേഷം DNA പരിശോധന ആവശ്യമായിട്ട് വരും. DNA പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അവർ നാളെ തന്നെ എത്തും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിന്റെ പരിശോധന നടത്തുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 9 ഭാഗങ്ങൾ 9 പേരാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളുണ്ടോ, നേരത്തെ മരണപ്പെട്ട ആരുടെയെങ്കിലും നാം നേരത്തെ കണ്ട 7 തിരിച്ചറിയപ്പെട്ട ആരെങ്കിലും ശരീരഭാഗങ്ങളാണോ, ഇതെല്ലാം അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ സംസാരിച്ച പ്രായമായ സ്ത്രീ പറഞ്ഞത്, ഞാൻ സുനിൽകുമാറുണ്ട്, 40 പേരുണ്ടായിരുന്നു. 40 പേർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ഭക്ഷണം കഴിച്ചിട്ട് വീടുകളിലേക്ക് പോയവരുണ്ട്. ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ 4 സ്ത്രീകളിൽ ഒരാൾ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഇവരുൾപ്പെടെ 3 സ്ത്രീകളാണ് ഉള്ളത്. അവർക്ക് ഓടിയപ്പോൾ വീണിട്ടുള്ള കാലിനുള്ള പരിക്കാണുള്ളത്. അപ്പോ 40 പേരിൽ എത്ര പേർ അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇവരുടെ ഒരു മാനസിക നില കൂടി പെട്ടെന്നൊരു ഷോക്കായിരിക്കുമല്ലോ. അതിനുശേഷം ശാന്തമായി സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സ്വാഭാവികമായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയുള്ളൊരു ഫാക്ടറി സംവിധാനം അല്ലല്ലോ. പിന്നെ ഇപ്പോ 40 പേര് തന്നെ അവർ പറയുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം 40 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. 40 പേരിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ആളുകൾ വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ പറയുന്ന ആളുകളും ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥയിലാണല്ലോ പറയുന്നത്. അപ്പൊ അതെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് വ്യക്തത വരുള്ളൂ. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അടിയന്തരമായി അതെല്ലാം
ഇത്തരം ഘട്ടങ്ങളിൽ അതിനും എല്ലാം ഒരു ഇളവുകൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ അടിയന്തരമായി എല്ലാവരും ശ്രദ്ധിക്കുന്നത് പരിക്ക് പറ്റിയ ആളുകൾ, പ്രത്യേകിച്ചും ബേൺസ് ഒക്കെ ആകുമ്പോൾ പൊള്ളലിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗൗരവമായ പ്രശ്നങ്ങളായിരിക്കും. പരമാവധി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക, മറ്റു കാര്യത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും.